എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജി.കെ. തുമ്പക്കാരൻ. എനിക്ക് ഏറെ അഭിമാനകരമായ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായും ഈ ഞാൻ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടോ വീഡിയോകളിൽ കൂടി മാത്രം തീരുന്നതല്ല. കുറഞ്ഞത് ഒരു 10-15 വീഡിയോകൾ കൂടി ഉണ്ടെങ്കിലേ വിശദമായ രീതിയിൽ ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ്റെ മനസ്സിലുദിച്ച ഒരാശയം, ആ ആശയം എൻ്റെ മനസ്സിൽ വർഷങ്ങളോളമുള്ള പഴക്കമുണ്ട്. ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള സാഹചര്യം കിട്ടാത്തത് തന്നെയാണ് പ്രധാന കാരണം. ഇങ്ങനെ പല പ്രോജക്റ്റുകൾക്കും കുറഞ്ഞത് 30-35 വർഷത്തിന് മുമ്പ് ഞാൻ രൂപം കൊടുത്തെങ്കിലും അതിൽ എനിക്ക് കാതലായ വേണ്ട സപ്പോർട്ടുകൾ ഗവൺമെൻറ് തലത്തിൽ നിന്നോ രാഷ്ട്രീയ തലത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല. മറിച്ചതൊരു നീണ്ട വലിയ നഷ്ടങ്ങൾക്കത് കാരണമായി. ഈവൻ ദോ മനസ്സിൽ ആ പ്രോജക്റ്റുകൾ ഇന്നൊക്കെ നിലനിൽക്കുന്നു. എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനെ ഒന്ന് പരിചയപ്പെട്ട് ഇത് ഒരു പ്രോജക്റ്റാക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്ത് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹവുമില്ല. കാരണം എനിക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ വലിയ നൂലാമാലികളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കേവലം കഷ്ടിച്ചൊരു 5 കിലോമീറ്ററുകളും അല്ലാത്ത ദൂരത്തിലായിരുന്നു എൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സ്ഥാപനമായിരുന്നു. തൽക്കാലം ഞാനതിനു സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ സ്വന്തം നാടായ ട്രിവാൻഡ്രത്തേക്ക് ഞാൻ തിരിച്ചു പോന്നു. എന്തായിരുന്നാലും എനിക്ക് അങ്ങേറ്റം സന്തോഷമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ആശയങ്ങൾ. ആ ആശയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അനായാസം ചെയ്യാൻ സാധിക്കുന്നതിനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. പ്രധാനമായും ഈ വയോധികരെ സംരക്ഷിക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഇതിനു മുമ്പേ ഉണ്ടാകേണ്ടത് എന്തോ ഇങ്ങനെയുള്ള ഇതിലല്ലെങ്കിൽ ഇതുമായി സിമിലാരിറ്റിയുള്ള പല പ്രോജക്റ്റുകളുണ്ട്. അവിടെ കാണാൻ സാധിക്കുന്നത് പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ചെയർമാനാക്കിയും അവർക്കൊരു കാറും 2-3 സ്റ്റാഫും ഒരു ഓഫീസ് സംവിധാനം കൊടുത്ത് നോക്കുകുത്തികളായിരിക്കുന്ന സംവിധാനങ്ങളായി കുറച്ചു. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പറയാം, നിങ്ങൾ ഇന്ന വനിതാ കമ്മീഷനിൽ പോകുക, കമ്മീഷൻ്റെ പേരും പറഞ്ഞ് അത് ഇന്നാക്റ്റീവ് എന്നേ പറയാൻ പാടുള്ളൂ. ഓരോ മന്ത്രിസഭകൾ വരുമ്പോഴും അതിനനുസരിച്ച് അവരുടെ ശില്പന്തികൾ ചേർക്കുമ്പോൾ അത് ഒരു ഇന്നാക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. വെറുതെ വേസ്റ്റ് ഓഫ് മണി. നമുക്ക് കൂടുതൽ സമയം ഞാൻ കളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെയും എൻ്റെയൊക്കെ ഉള്ള സമയം വിലപ്പെട്ടതാണ്. സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമുക്കാദ്യം വേണ്ട, നമുക്കറിയാം കേരളത്തെ ആകെ വിറപ്പിച്ച ഒരു സംഭവമാണ് കാരണവർ വധം. യാതൊരു ഗത്യന്തരവും ഒന്നുമില്ലാതെ ഒരു ശകലം സുന്ദരിയായ ഒരു പെണ്ണിനെ കാരണവരുടെ വീട്ടിൽ മരുമകളായി വരുന്നു. അവസാനം ആ പെണ്ണ് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെ കാരണം ഒന്നുമില്ലാത്തിരുന്ന് വന്ന് ഇവിടുത്തെ ആർഭാട ജീവിതം, ഇവിടുത്തെ സൗകര്യമൊക്കെ എല്ലാം കണ്ട് എല്ലാം മതിമറന്ന് അവസാനം കാമുകന്മാരെയൊക്കെ കൂട്ടിച്ചേർന്ന് നിന്ന് ആ കാരണവരെ വധിച്ച മോശമായ ഒരു വളരെ മാനസിക വിഷമം ഭരിക്കുന്ന രീതിയിൽ കാരണവർ കൊല്ലപ്പെട്ടു. ഇതുപോലെ പല കാരണവരും മരിച്ചതിന് തുല്യം പോലെ ജീവിച്ചിരിപ്പുണ്ട്. പല വീടുകളും പല സ്ത്രീകളുടെയും പീഡനങ്ങൾ വാങ്ങുന്നുണ്ട്. കാരണം ഇവരുടെ മക്കളെല്ലാം പുറം രാജ്യങ്ങളായിരിക്കും. ഇവിടെ ആഡംബരമുള്ള വീടുകളും സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. പേരൻസിനെ നോക്കണമെന്നുള്ള ഉദ്ദേശിച്ചതെല്ലാം പാവപ്പിടിച്ച പിള്ളേരെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ സ്നേഹിച്ച് കള്ളുകൂടിയനായ മകനുണ്ടാകും, അവൻ വീട്ടിൽ കൊണ്ടുവരും. തന്തയും തള്ളയും നോക്കാതെ അവരെ മോശമായ രീതിയിൽ പീഡിപ്പിച്ച് അവരെ മരണത്തിലേക്ക് നയിക്കുകയും ഒപ്പം ഇവരെത്രയും പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ മരുമകൾക്ക് എല്ലാ സ്വത്തും കിട്ടുമെന്നുള്ള മോഹത്തിൽ അതിന് ഭർത്താവിനെ കുറച്ച് കുടിക്കുന്ന അവനെ കൂടുതൽ കുടിപ്പിച്ച് ഉള്ള അലങ്കോലം ഒക്കെ നടത്തുകയും ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെടാതെയും ഒക്കെ അങ്ങനെ മരിച്ച് ജീവിക്കുന്ന ഒത്തിരി അനവധി പേരുണ്ട്. അവരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനുള്ള തുടക്കം കുറിക്കാൻ ശ്രീ വി.ഡി. സതീശൻ്റെ മനസ്സിൽ ആ ഒരു ആശയം ഉന്നയിച്ചതിനെ ഞാൻ ഐ എം അപ്രിഷ്യേറ്റിംഗ് ഹിം. ഗാഡ് വിൽ ഹെൽപ്പ് ഹിം. ഓക്കെ,
നമുക്കിത് ആദ്യമായി ചെയ്യേണ്ടത്, ഇതിന് വിശാലമായ ഒരു സ്റ്റഡിയാണ് ആവശ്യം. ഞാൻ ചില രാജ്യങ്ങൾ സമീപിക്കും, എനിക്കിങ്ങനെയുള്ളൊരു സംവിധാനങ്ങളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം കിട്ടി. അതിൽക്കുറിച്ച് അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതും നമ്മുടെ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും കൂടെ കോർത്തിണക്കി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു ആശയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. ഈ വീഡിയോ ആഴ്ചയിൽ 1-2 വീഡിയോകൾ മൂലം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ചെയ്യേണ്ടത്, ഇതിനാദ്യമായി വിശദമായ ഒരു സർവേ നാം നടത്തണം. ഇനി ഒരു വിശദമായ സർവേ നടത്തുന്ന അതിനുവേണ്ടി വീണ്ടും ഒരു ചെയർപേഴ്സണും കുറച്ച് ആഫീസും ബഹളവും ഒക്കെ ഒന്നും ഉണ്ടാക്കേണ്ട. അതിന് നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 450-ൽ കൂടുതൽ പോലീസ് സ്റ്റേഷൻസുകളുണ്ട്. പോലീസ് സ്റ്റേഷൻ അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഓരോ പോലീസ് സ്റ്റേഷൻ്റെയും പരിധിയിലുള്ള വൃദ്ധജനങ്ങളെക്കുറിച്ച് കംപ്ലീറ്റ് ഡാറ്റാസ് കളക്ട് ചെയ്യണം. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഡാറ്റാസ് എന്ന് പറയുന്ന നോർമൽ ഡാറ്റാസ്, അത് ഫുൾ പ്ലഡ്ജഡ് ഡാറ്റാസ് ഉണ്ടായിരിക്കണം. അവിടെ താമസിക്കുന്ന പ്രായമായവർ, അവരുടെ വയസ്സ്, അവരുടെ അസുഖങ്ങളെക്കുറിച്ച്, അവരുടെ മെഡിക്കൽ ഗ്രൗണ്ടിനെക്കുറിച്ച്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെക്കുറിച്ച്, അവരുടെ മക്കളിനെക്കുറിച്ച്, അവരുടെ മക്കൾ എവിടെ ഇരിക്കുന്നു, അതെല്ലാം നോക്കി അതിനുള്ള വിശദമായ ഒരു സർവേ നമ്മൾ രേഖപ്പെടുത്തണം. അതിൽ അവരെ നോക്കുന്നതാരാണ്, മകനാണോ മരുമകളാണോ എന്നൊക്കെയുള്ള എല്ലാ വിവരങ്ങളും. ഇനി മരുമകളാണെങ്കിൽ ആ മരുമകളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളോട് ചിരിച്ച് കളിച്ച് ഭയങ്കര ഇതാണെങ്കിൽ ഗൂഢമായ പല കാരണം മിക്കവാറും ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്തു നിന്നാണ് വരുമ്പോൾ, ഒരു പുതിയ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കണ്ട് അതിനൊരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇതിനേക്കാളും സൗകര്യം ഉണ്ടെന്ന് വീമ്പടിക്കാൻ വേണ്ടി കൂട്ടുകാരോടും തരം താഴ്ന്ന കൂട്ടുകാരുടെ ലോബിയിൽ പോയി പെട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്. ഇവരെക്കുറിച്ചുള്ള വിവരവും, പിന്നെ ഇവരുടെ പുറം രാജ്യത്തിരിക്കുന്ന മക്കളെക്കുറിച്ചുള്ള വിവരവും ഇവരുടെ സ്വത്ത് വിവരങ്ങളും എല്ലാം ഈ രേഖയിൽ ഉണ്ടായിരിക്കണം. കാരണം ചില ക്രിമിനൽസായ സ്ത്രീകൾ വിചാരിക്കുന്നത് ഈ വയസ്സായ മാതാപിതാക്കന്മാരെ വല്ല സ്ലോ പോയിസൺ കൂടെ ഒത്തിരി കൊന്നു കഴിഞ്ഞാൽ ആ സ്വത്തെല്ലാം സ്വന്തമാക്കാൻ പറ്റും, നമുക്ക് വിശാലമായി ജീവിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ഒട്ടനവധി പെണ്ണുങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെപ്പറ്റി നാം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ വിശാലമായ സർവേയിൽ കൂടി എല്ലാം രൂപപ്പെടുന്നത്. ഇപ്പോൾ ഒരു നല്ലൊരു സ്ട്രക്ചറാണ്. ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. വലിയ വീടാണ്, ആഡംബര വീടാണ്. ഇവർ 2 പേരും കുറച്ച് വീട്ടുകാരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ആർഭാടമായ ജീവിതത്തിൽ ഈ പേരൻസ് നോക്കാൻ സാധിക്കില്ല. അവരുടെ മറ്റു മക്കൾ പുറം രാജ്യങ്ങളിലായിരിക്കും, അവർക്ക് വേണ്ടുവോളം കാശ് അയച്ചു കൊടുക്കും. ഇവർക്കൊന്നും ശരിയായ സംരക്ഷണം കിട്ടുന്നില്ലെന്ന് ആ മക്കൾക്ക് അറിയില്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരവിടെ പണി ചെയ്യുന്നു. ഇനി ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഈ പുറം രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നവർ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അവരുടെ കുടുംബത്തിൽ വന്നാൽ താമസിക്കാനുള്ള സൗകര്യവും പരിചരണവും കിട്ടുന്ന രീതിയിലായിരിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവരും ഇവിടെ ഒന്ന് ഒറ്റപ്പെട്ടു പോകും. അവരിവിടെ വരിയില്ല എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം ഗോൾമാൽ നടത്താനുള്ള ഏതെങ്കിലും പെൺമക്കളും മകനും കൂടെയൊക്കെ ചേർന്നാൽ അതും കോഞ്ഞാട്ടിയാകും. ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതിനെപ്പോലുള്ള ഒരു സർവേ, ഇതിനെക്കുറിച്ച് അലാമിങ്, ഇതിനെപ്പോലുള്ള ഒരു ഓടികൾ, ഒരു കണ്ണുകൾ, ക്യാമറ കണ്ണുകൾ അവരുടെ ഉള്ളിൽ ചലിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടായാൽ ഒരുവിധം ഒത്തിരി ക്രിമിനലിസം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കിത് ചെറിയ ചെറിയ വീഡിയോകളായി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത് ആരംഭഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അതിനൊരു വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ അത് ശ്രീ ധനകാര്യത്തിനേക്കാളും ആഭ്യന്തര കാര്യാലയത്തേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വകുപ്പാണ് ഈ വയോജന പദ്ധതി. അത് ഏറ്റവും പ്രാധാന്യമാണ്. കാരണം ഈ രാജ്യത്തിന് കഷ്ടപ്പെട്ടവർ, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, അഭിവൃദ്ധിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ അവസാനം ഒന്നുമില്ലാതെ, യാതൊരു സഹായവും പരസഹായമില്ലാതെ നീറി മരിക്കുന്ന ഒരവസ്ഥ നാളെ നമുക്കുണ്ടാകാം, നമ്മുടെ പേരൻസ് ഉണ്ടായേക്കാം, ഇതൊന്നും നമ്മുടെ മക്കൾക്കും ഉണ്ടായേക്കാം. അതിനെ ഉന്മൂലനം ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ആദ്യമായി ചെയ്യാനുള്ളത്, ഇതിനു വേണ്ടി പ്രത്യേകം ഒരു ഭാരവാഹികൾ അതിനൊന്നും വാങ്ങി വേസ്റ്റ് ഓഫ് മണി ചെയ്യേണ്ട. ഇതിന് സന്നദ്ധ സംഘങ്ങളുണ്ട്. അതിന് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ഈ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധി 1-2 പോലീസുകാർ അതിലേക്ക് അലോട്ട് ചെയ്ത് അവരുടെ സാന്നിധ്യത്തിൽ ഓരോ വീടുകളും പോയി അവരുടെ കംപ്ലീറ്റുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യണം. എന്നാൽ ഇതിൽ അപകടം ഒന്നുണ്ട്. ഇവർ പോയി കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് അവിടെ കിട്ടണമെന്നില്ല.
ഒരു പക്ഷേ മരുമകളായിരിക്കുക, മരുമകൾ കറക്റ്റ് റിപ്പോർട്ട് കൊടുക്കണം, എൻ്റെ അച്ഛൻ ശരിയാണ്, അച്ഛൻ ഇതാണ്, ഒക്കെ ആഷ് പൂഷൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുമാതിരി പറഞ്ഞു വിട്ടു. അവർ പതുക്കെ നല്ല റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ തരുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് നമുക്ക് കിട്ടില്ല. അതിനായി ലോക്കൽ ഉള്ളവരെ 100% വിശ്വസിക്കാനും പാടില്ല. കഷ്ടിച്ച് ഒന്നോ രണ്ടോ ഒരു വീടറിയാനും മെമ്പേഴ്സിനെ കുറിച്ച് അറിയാമെന്നല്ലാതെ ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഡയറക്റ്റ് പോലീസുകാർ തന്നെ കളക്ട് ചെയ്യണം, അതിനെ കൗണ്ടർ ചെക്ക് ചെയ്യണം. ഇതെല്ലാം ഉള്ള ഒരു ഫയൽ ഉണ്ടാക്കിയെങ്കിൽ ഒരു സ്റ്റേഷൻ പരിധിയിൽ എത്ര വീടുകൾ അനാഥമായി കിടക്കുന്നു, എത്ര പേരൻസിന് സൗകര്യമില്ലാതെ ജീവിക്കുന്നു, എത്ര പേരൻസിന് കെയർ ടേക്കറുണ്ട്, എത്ര പേരൻസിന് മക്കളുണ്ട്, മരുമക്കൾ, ഇതെല്ലാം ചോദിക്കുക. അവർക്കൊരു ഹിസ്റ്ററി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ഫീഡ് ചെയ്ത് അതിനനുസരണമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആദ്യം തുടങ്ങേണ്ടത്. ഇത് വലിയ കാര്യമൊന്നുമല്ല, ശകലം സാമാന്യം ബുദ്ധിയുള്ളവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇതിന് വേണ്ടത് മനസ്സാക്ഷിയാണ്. മനസ്സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഇതിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആ പ്രോജക്റ്റ് കറക്റ്റായിട്ട് വരും. ഉദാഹരണത്തിനൊന്ന് പറയും, ഇപ്പോൾ വലിയ ആഡംബര വീടുള്ളവരെ അവിടെ മെമ്പേഴ്സിലാകെ 1-2 പേരേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഇത്രയും വലിയ ആഡംബര വീടിൻ്റെ ആവശ്യമല്ല. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ പെയിൻ്റ് അടിക്കാൻ, ഇവിടെ ലൈറ്റ് വെയർ മാറാൻ അമേരിക്കയിലും കാനഡയിലും ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല. അവർ വീഡിയോയിൽ കൂടെ സന്ദേശങ്ങൾ കൂടി അവർക്ക് ചെയ്യിപ്പിക്കും. പക്ഷെ അത് പ്രായോഗികമായി തീരില്ല. അതുകൊണ്ട് ഈ വീടുകളെ സംരക്ഷിക്കാനും വേണ്ടി വന്നുള്ള ആ വീടുകളെ ഒരു ട്രസ്റ്റായി മാറ്റിയെടുക്കാനും, ആ ട്രസ്റ്റാകുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യം ലഭിക്കാനുമുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കണം. രണ്ടാമത് ആ കുടുംബത്തെ പിച്ചി ചീന്താൻ വേണ്ടി വന്നു കയറുന്ന സ്ത്രീകൾ അകന്ന് തകർത്ത് തരിപ്പണമാകാത്ത രീതിയിൽ അതിനൊരു പ്രൊട്ടക്ഷൻ ആക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. ഗവൺമെൻറ് അതിന് വേണ്ട മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗുണകരമായ രീതിയിൽ നമുക്ക് ആവർത്തിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു പ്രായമായ വൃദ്ധനും മാത്രമേ ഉള്ള ഒരു കെയർ ടേക്കർ കാണാം. അവിടെ വിശാലമായ വീടായിരിക്കും, അതിന് 1-2 റൂം ബാക്കി വയ്ക്കുക. അത് അവരുടെ കുട്ടികൾ നാട്ടിൽ വെക്കേഷന് ഉപയോഗിക്കാനും ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇതേപോലെ കെയർ ഗീവർ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതിൽ കിട്ടുന്ന വരുമാനം ഈ ട്രസ്റ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഗവൺമെൻറ്റിന് വലിയ നഷ്ടമുണ്ടാകില്ല. ഇതിനുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കൽ ടീം, ഒരു മെയിൻ്റനൻസ് ടീം, ഒരു വടികൾ, എല്ലാ രീതിയിലുള്ള സംവിധാനം, ഇവർക്ക് നേരം വെക്കാനുള്ള സമയം, ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുണ്ടായാൽ കാരണവർ വധം പോലെ ഒരു വധശ്രമങ്ങളോ വധമോ ഉണ്ടാകില്ല. അതാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കഷ്ടപ്പെട്ട് നാം ഒരുപാട് ബുദ്ധിമുട്ടി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി പുറത്ത് വിട്ട് അവസാനം ഇവിടെ കയറി എവിടെ നിന്നൊക്കെ കയറി വന്നൊരു സ്ത്രീയുടെ പീഡനത്തിൽ ഇടപെട്ട് ജീവൻ ഹോമിക്കപ്പെടുന്ന സാഹചര്യം ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകരുത്. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി ആദ്യമായി തുടങ്ങേണ്ടത് നല്ലൊരു സർവേ ടീമിനെ ഉൾപ്പെടുത്തുക. സർവേ ടീമിനെ അതാത് സ്റ്റേഷൻ പരിധിയിലുള്ളവരെ കൊണ്ട് ഏകോപിച്ച് ആ സർവേ നടത്തി കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിനൊരു ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കി അങ്ങനെ ഏതേത് സ്ഥലത്ത് എവിടെ മുൻഗണന കൊടുക്കണം ആ ഭാഗത്തേക്ക് മുൻഗണന കൊടുത്ത് ഗവൺമെൻറ്റിൽ നിന്നും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉള്ളൊരു പ്രോജക്റ്റായിരിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് പാർട്ടിയോ പ്രായമോ ജാതിയോ മുതിർന്നവർ, ഇത് നിർധനനോ യാചകനോ എന്നൊന്നും ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു വകഭേദം ഇല്ലാതെ തന്നെ ആയിരിക്കണം ഇതിന് രൂപം കൊടുക്കേണ്ടത്. സോ ഐ ആം പ്രേയിങ് ടു ദ ഗാഡ്. ഇങ്ങനെയുള്ളൊരാശയം ശ്രീ വി ഡി സതീശൻ ഉണ്ടായതിൽ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെയധികം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിനും ഒരുപാട് തിരക്കുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നെപ്പോലുള്ളവരുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ കരിയാൻ ശ്രദ്ധിക്കപ്പെട്ടാൽ എന്തെങ്കിലും അതൊന്ന് ഞങ്ങളുടെയൊക്കെ സഹായം വേണമെങ്കിൽ ഞങ്ങൾ നിസ്സഹായം, ഒരു പൈസ ലാഭവിശ ഇല്ലാതെ ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാൻ പറ്റും. അത് എത്രയും വേഗം ഇതിനൊരു ഇംപ്ലിമെൻ്റ് ചെയ്യാനും ശ്രമിക്കാം. അത് ആഭ്യന്തരം പോലെ ധനകാര്യം പോലെ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് എല്ലാവരുടെയും സഹകരണങ്ങളുണ്ടാകണം. ഇത് പുറം നാട്ടിലിരിക്കുന്ന ഓരോരുത്തർക്കും വളരെ സമാധാനവും അവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. ഇത് ഒരു പൊൻതൂവലായി തന്നെ ഈ ഗവൺമെൻറ് മാറിക്കിട്ടുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു.
എൻ്റെ ഈ ആദ്യത്തെ ഒരു വീഡിയോയിൽ എല്ലാം എനിക്ക് വിശദമായി തരില്ല. ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളിലേക്ക് എനിക്ക് കിട്ടിയ അനുഭവ സമ്പത്ത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും. നിങ്ങൾ ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കും. നമുക്ക് നല്ലൊരു വയോജന സംവിധാനം കേരളത്തിൽ ഉണ്ടാകട്ടെ. അത് ഇന്ത്യയിൽ തന്നെ ഈ വേൾഡിൽ തന്നെ ഒരു മോഡലായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെയുള്ളൊരു ഭരണവും അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യരും ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ഇവിടെ പ്രായമായവർ നല്ല രീതിയിൽ സമാധാനമായി നല്ല രീതിയിൽ അവർ ജീവിക്കണം, അവർ മരിക്കണം. അവർ മരിക്കുമ്പോൾ കവിതകൾ കേട്ടും വയലാറിൻ്റെ വരികൾ കേട്ടും ദേവരാജൻ മാഷയുടെ സംഗീതം കേട്ടും മരിക്കാനുള്ള സാധ്യത എപ്പോഴും അവരുടെ കാതിൽ ഒരു ഇയർഫോൺ ഉണ്ടാകണം. അങ്ങനെ ആയിരിക്കണം അവരുടെ അവസാന ശ്വാസം വലിക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇന്നു മുതൽ നാം എല്ലാവരും അതിനുവേണ്ടി ഇറങ്ങണം. നമ്മുടെ ഓരോ അഭിപ്രായങ്ങളും അതിനുവേണ്ടി നാം ഓരോരുത്തരിലും എത്തിക്കണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു, ഇത് നല്ലൊരു സംവിധാനമാണ്. വയസ്സായവർക്ക് നല്ലൊരു കാരണം. ഇനി ഒരു കാരണവർക്കുണ്ടായ ദുരന്തം നമ്മുടെ ഒരിക്കലും കേരളത്തിൽ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഒരു മോഡലായിരിക്കും ഇനി മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ള സ്റ്റേറ്റുകളും ഉണ്ടാക്കേണ്ടത്. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത സ്റ്റെപ്പായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം. സാധിച്ചാൽ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ഒന്ന് ഈ വീഡിയോ എല്ലാവരിലും ഒന്ന് എത്തിക്കുക. ശ്രീ വി.ഡി. സതീശന് ഒരിക്കൽ കൂടി 100,000 ആശയങ്ങൾ ഇതുപോലെ ഉദിക്കട്ടെ. ഞങ്ങളൊക്കെ താങ്കളോടൊപ്പം ഉണ്ടാകും. ജയ് ഹിന്ദ്.